ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, ഈ 1 വർഷം പഠിക്കേണ്ട ആവശ്യം ഇപ്പം ഇല്ല. ജസ്റ്റ് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക, ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുക, സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ അന്ന് ഞാൻ 2018 സാഹചര്യം ഇങ്ങനെ അല്ലായിരുന്നു. കാരണം ഡയറക്റ്റ് സെല്ലിങ്ങിന് കേരളത്തിന് അനുമതി ഉണ്ടെന്ന് എനിക്കറിയില്ല. 2011 ബാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഒരുപാട് ആളുകൾ തട്ടിപ്പേരായിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ഈ മേഖലയിൽ വന്നിട്ടുമില്ല. എന്നോട് പല ആളുകളും സമീപിച്ചിട്ടുണ്ടായിരുന്നു, പല കമ്പനീൻ്റെതും. എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ ഏറ്റെടുത്തില്ല. അപ്പോൾ 2011 പൂട്ടിയ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ, ഞാൻ അന്ന് ഏറ്റെടുക്കാഞ്ഞത് എത്രയോ നന്നായി. കാരണം തട്ടിപ്പാണെന്ന് ഞാൻ ചിന്തിച്ചത് അത് അങ്ങനെ തന്നെ എന്ത് ചെയ്തു, സത്യമായി. പക്ഷെ 2019 തുടക്കത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ചിന്തയല്ല ശരി. ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കേരള ഗവൺമെൻറ് ഇതിനെ ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. നല്ല കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ തട്ടിപ്പില്ലാതെ മാന്യമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇത് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരാൾ കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊരു കച്ചവടം തുടങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര പൈസ വേണം? ഏറ്റവും മിനിമം ഒരു 5 ലക്ഷം രൂപ ഇല്ലാതെ ഒരു കച്ചവടം എന്ത് ചെയ്യാൻ പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ? ഒരു ചെറിയ പെട്ടിപ്പീടാണെങ്കിൽ പോലും അത് നിറച്ച് സാധനം വെക്കണമെന്നുണ്ടെങ്കിൽ എത്ര വേണം? 5 ലക്ഷം രൂപ മിനിമം വേണം അല്ലേ? ഇനി ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. നമ്മൾ അങ്ങനെ ഒരു കച്ചവടം തുടങ്ങിയെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഞാൻ കൊടുവള്ളിയാണ് സ്ഥലം. എൻ്റെ കുഗ്രാമത്തിൽ ഞാനൊരു കച്ചവടം തുടങ്ങിയെന്ന് വിചാരിക്കാം. എൻ്റെ കുറേ സുഹൃത്തുക്കൾ മലപ്പുറത്തുണ്ട്, കുറച്ച് ആളുകൾ വയനാട്ടിലുണ്ട്, കുറച്ച് ആളുകൾ എറണാകുളത്തും അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റിലും ഉണ്ട്. അവർക്ക് എൻ്റെ നാട്ടിൽ വന്നിട്ട് എൻ്റെ കച്ചവടത്തിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എനിക്ക് വരുമാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ സ്ഥിരം വന്ന് സാധനം വാങ്ങിക്കാൻ കഴിയും? ഒരിക്കലും സാധ്യമല്ല അല്ലേ? എന്നാൽ ഇന്ന് എൻ്റെ ടീമിൽ 8ഓളം ജില്ലകളിൽ കേരളത്തിൽ വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറത്ത് കർണാടകത്തിൽ മൈസൂരും മംഗലാപുരം അടക്കമുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബോംബെയിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്. ഇന്ന് ടീം ലൈവാണ്. അതായത് എനിക്ക് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എൻ്റെ അക്കൗണ്ടിലേക്ക് ടേൺ ഓവർ കയറുന്ന രീതിയിലേക്ക് ഈ ബിസിനസ് മാറി. കാരണം ഈ കമ്പനിക്ക് ഓൾ ഓവർ ഇന്ത്യ 1000ഓളം എന്തുണ്ട്, ഔട്ട്ലെറ്റുകൾ, ഫ്രാഞ്ചൈസികൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത്, നമ്മളെല്ലാ ആളുകളും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് അല്ലേ, പേസ്റ്റ്, സോപ്പും എണ്ണയും ഷാമ്പു അടക്കമുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, രാവിലെ എണീറ്റ് മുതൽ രാത്രി വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെങ്ങനെ നമ്മളെ കൈകളിലേക്ക് എത്തിയത്? നമ്മൾ ഫാക്ടറി പോയിട്ട് വാങ്ങിക്കുകയാണോ? പേസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി പോയിട്ടാണോ, അല്ലെങ്കിൽ ബ്രഷ് ഉണ്ടാക്കുന്ന കമ്പനി പോയിട്ടാണോ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്? അല്ല, നമ്മൾ ഏറ്റവും അടുത്തുള്ള സ്റ്റോറുകളിൽ എന്തുണ്ട്, ഷോപ്പുകളിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ അദ്ദേഹത്തിന് ഇത് കിട്ടിയത്? നേരത്തെ അവിടെ പ്രസന്റേഷനിൽ പറഞ്ഞ പോലെ ഒരുപാട് ഏജൻസി ത്രൂ ആണ് എന്ത് ചെയ്തത്, ഈ ഉൽപ്പന്നങ്ങൾ നമ്മളെ കൈകളിലേക്ക് എത്തുന്നത്. അവിടെ ഒരു ഏജൻസി ആയിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റിയാൽ, നമ്മൾ ത്രൂ ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റിയാൽ അതിൻ്റെ വരുമാനം ആർക്ക് ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഈ ബിസിനസ് ഞാൻ പറഞ്ഞു 2019 ഞാൻ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്നത്. ആദ്യത്തെ ഒരു മാസം ഒരു പേസ്റ്റ് പോലും എന്നെ കൊണ്ട് വെക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ സീരിയസ് ആയിട്ട് ഇറങ്ങിയ ആളാണ്. പേസ്റ്റിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഹെയർ ഓയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്, ഷാമ്പു പരിചയപ്പെടുത്തുന്നുണ്ട്, വോൺഹീലും ചാമ്പിത്തയിലും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല. കാരണം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ തുടക്കത്തിൽ എന്തില്ല, എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ചിന്തിച്ച കാര്യത്തിലേ ഉള്ളൂ, ഇതെന്നെ കൊണ്ട് പറ്റൂല. പിന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവാണ്, ഞാൻ തന്നെ നെഗറ്റീവ് ആണുള്ള കാരണം ആഴ്ച വരുമാനം 2,10,000 കിട്ടും എന്ന് പറഞ്ഞതാണ്. കേട്ട സമയത്ത് ഞാൻ ചിന്തിച്ചത്രേ ഉള്ളൂ, എൻ്റെ നാട്ടിൽ ഒരാൾക്കും എന്തില്ല, ആഴ്ചയിൽ 2,10,000 ആഴ്ചയിൽ പോയിട്ട് മാസം പോലും കിട്ടുന്ന ആളുകളില്ല. പിന്നല്ലേ എനിക്കിതിൽ 2,10,000 എനിക്ക് മാത്രമല്ല കമ്പനിയിൽ വരുന്ന മുഴുവൻ ആൾക്കും കിട്ടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏതായാലും ഞാൻ ആ ഭാഗം മൈൻഡ് ഒഴിവാക്കിയത് 2,10 അങ്ങോട്ട് മാറ്റി വെച്ചു. ഒരാഴ്ചയിൽ 10,000 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു, പണിയെടുത്തു. അങ്ങനെ ആഴ്ചയിൽ 450 മുതൽ 700, 1000, 2000 ആയിട്ട് എങ്ങനെ ചെയ്യാൻ തുടങ്ങി, ഇത് വളരാൻ തുടങ്ങി. ആദ്യത്തെ ഒരു വർഷം ഞാൻ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത സമയത്ത് എനിക്ക് മാസ വരുമാനം ശരാശരി വെറും 2,500 രൂപയാണ്. കാരണം ഞാനൊരു വർഷം കൊണ്ടായത് TC റാങ്കാണ്. ഇവിടെ ഫസ്റ്റിൽ സ്റ്റേജിൽ കമ്പനിയുടെ ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞ കയറി ഉണ്ടായിരുന്നല്ലോ. ആ റാങ്ക് ആയി കഴിഞ്ഞാൽ ഒരു മനുഷ്യനാകെ കിട്ടുന്നത് 30,000 രൂപ. അപ്പോഴേക്ക് എൻ്റെ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. 30,000 രൂപ 12 മാസം ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ കിട്ടുന്ന എത്രയാണ്? ഒരു മാസം 2,500 രൂപ. പെട്രോൾ അടിക്കാൻ, എൻ്റെ കാറിൽ പെട്രോൾ അടിക്കാൻ തികയില്ല, ഫുഡ് കഴിക്കാനും തികയില്ല. അപ്പോൾ ഇത് തുടരണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായി. അപ്പം ഞാൻ ഇതിനെ കൃത്യമായിട്ട് ഇതിൻ്റെ സിസ്റ്റത്തിലേക്കൊന്ന് മാറാൻ തീരുമാനിച്ചു. അതുവരെ ഞാൻ ഏതെല്ലോ രീതി ചെയ്തതാണ്.
പക്ഷെ ഇതിന്റെ കൃത്യമായുള്ള സിസ്റ്റത്തിലേക്ക് മാറാൻ തീരുമാനിച്ച സമയത്ത് അടുത്ത വർഷം എനിക്ക് എന്ത് കിട്ടിയെന്നറിയോ? 3 ലക്ഷത്തിന്റെ ഒരു വർഷത്തിൽ ഇംഗത്തിലേക്ക് എനിക്ക് മാറാൻ പറ്റി. അതായത് 2500 രൂപയിൽ നിന്ന് എൻ്റെ മാറ്റം 25,000 മാറിയ സമയത്ത് തന്നെ എനിക്ക് എന്ത് മനസ്സിലായി? ഇതിന്റെ പൊട്ടൻഷ്യൽ എനിക്ക് മനസ്സിലായി. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു 10 വർഷം ജോലി ചെയ്ത ഒരാൾക്ക്, ഞങ്ങളൊരു കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഒരു ട്രിപ്പ് പോയ സമയത്ത് അവരെ മകൾ എന്നോട് ചോദിക്കുക, എൻ്റെ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടറുടെ മകളാണ്, സാർ അത്രയും സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ച ചോദ്യം, നിന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ ഒരു ജോബ് ചെയ്യാണ്, കയറി എത്ര വർഷമായി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു 12 വർഷം. കയറുന്ന സമയത്ത് അതായത് സ്റ്റാർട്ടിങ് എത്രയായിരുന്നു സാലറി എന്ന് ചോദിച്ചു. 5000 രൂപ. ഇപ്പം എത്ര സാലറി എന്ന് ചോദിച്ചു. 15,000 രൂപ. 12 വർഷം കൊണ്ട് 5000 നിന്ന് എങ്ങോട്ടെത്തി? 15,000 എത്തി. ഞാൻ പറഞ്ഞു, ഞാൻ ഈ കമ്പനിയിൽ വന്ന സമയത്ത് എൻ്റെ സാലറി 2500 രൂപ ഒരു മാസം. ഇപ്പം 2.5 ലക്ഷം. 6 വർഷം കൊണ്ട്. എൻ്റെ ഉമ്മക്ക് 12 വർഷം കൊണ്ട് ഇത്ര മാറ്റാൻ പറ്റിയിട്ടുള്ളെങ്കിൽ എനിക്ക് 6 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി? വലിയ ലെവലിലേക്കുള്ള മാറ്റങ്ങൾ, സാമ്പത്തികമായുള്ള വളർച്ച കൊണ്ടുവരാൻ സാധിച്ചു. എൻ്റെ ഗ്രാഫ് പ്രകാരം ഞാൻ അടുത്ത വർഷം 2 ലക്ഷം രൂപൻ്റെ ഇൻകം എക്സ്ട്രാ ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിലാണ് എനിക്ക് അങ്ങനെ പറ്റുമോ? ഇന്ന് കിട്ടുന്ന സാലറിയിൽ നിന്ന് അടുത്ത വർഷം പെർ മന്ത് 2 ലക്ഷം രൂപ അധികം കിട്ടണം. സാധ്യമാണോ? പ്രയാസം അല്ലേ? ആ മുതലാളിക്ക് നല്ല വരുമാനം കിട്ടി, എന്നിട്ട് അദ്ദേഹം അതിനനുസരിച്ച് നമുക്ക് തരണം. അല്ലെങ്കിൽ കമ്മീഷൻ ആണെങ്കിൽ നമ്മൾ ഓടി നടന്ന് പണിയെടുത്താൽ പോലും ആ ലെവലിലേക്ക് എത്താൻ പ്രയാസമായിരിക്കും. പക്ഷെ ഞാൻ ചിന്തിച്ച ഇത്രയേ ഉള്ളൂ, അടുത്ത 1 വർഷം കൊണ്ട് എനിക്ക് മിനിമം 100 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും. 100 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യും. ഒരു ഡിസ്ട്രിബ്യൂട്ടർ 2000 രൂപ വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ടേൺ ഓവർ കൊണ്ടുവന്നാൽ ഒരു മാസം, ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ഈ 100-ൽ ഒരാൾ 2000 രൂപൻ്റെ വരുമാനം എനിക്ക് അധികം തരാനുള്ള രീതിയിൽ സെയിൽസ് കൊണ്ടുവന്നാൽ 100 പേർക്ക് എത്ര ഉണ്ടാവും? 2 ലക്ഷം രൂപ അധികം ഉണ്ടാവും. കമ്പനികൾ മനസ്സിലാവും. എൻ്റെ കൂടെ ഒരുപാട് പേര് അസോസിയേറ്റ് ചെയ്യും. ചിലപ്പോൾ പക്ഷേ ഒരു മാസം തന്നെ 100 പേര് അസോസിയേറ്റ് ചെയ്യും. പക്ഷേ 100 പേരെ ഒരു വർഷം കൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അവരിൽ കൂടെ 2000 രൂപ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ ഷുവർ എനിക്ക് 2 ലക്ഷം രൂപ ഉണ്ടാവും. ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. ഇത്ര മാത്രമേ ഇതിലുള്ളൂ. ഓക്കെ, എന്നാലോ ഇതിൽ ഒരാൾക്ക് പോലും ഞാൻ കണക്ക് നോക്കിയിട്ട് പൈസ എടുത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. സ്റ്റോർ തുറക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. കമ്പനി ഫ്രാഞ്ചൈസി ഇഷ്ടം പോലെ ഉണ്ട്, ഔട്ട്ലെറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കൃത്യമായിട്ടൊന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസരം. ഇവിടെ തുടക്കക്കാരായുള്ള ആളോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് അവസരങ്ങൾ പുറത്തുണ്ട് ഇല്ലേ? മൈ ലൈഫ് സ്റ്റൈൽ മാത്രമൊന്നുമല്ല ജീവിക്കാൻ പറ്റുന്ന അവസരം. പക്ഷേ നമുക്ക് വരുമാനം ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് നമ്മളെ കൂടെ വരുന്ന ആളുകളെ ആ ലെവലിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അവസരം വേറെ ഏതാണുള്ളത്? ക്ലിയർ? നേരത്തെ RTC റാങ്കിൽ റെജിന മാഡം ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു അല്ലേ? മുമ്പ് വന്നു, തേച്ച് പോയി, രണ്ടാമത് വന്നു. എൻ്റെ കൂടെ ബിസിനസ്സിലേക്ക് വന്നത് 7000 രൂപ ശമ്പളത്തിന് ഷോപ്പിൽ നിൽക്കാനാണ്. അവിടെ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു, ഇതിൻ്റെ പ്ലാൻ മനസ്സിലാക്കി കൊടുത്തു, കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ID രജിസ്റ്റർ ചെയ്യാൻ നോക്കിയ സമയത്ത് എന്നോട് പറഞ്ഞത് അറിയോ? സാറേ ID അടിക്കേണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഇനി ഞാൻ ഈ ബിസിനസ് ചെയ്യില്ല. പക്ഷെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ID രജിസ്റ്റർ ചെയ്തു, കുറച്ച് ഓർഡറുകളൊക്കെ എടുത്തു, റീറ്റെയിൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ശരാശരി 1 ലക്ഷത്തിനടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മാസം വരുമാനം വാങ്ങിക്കുന്നുണ്ട്. അതാണ് ഈ ബിസിനസിൻ്റെ ക്വാളിറ്റി. ഇവിടെ നമ്മളെ കൂടെ ഒരുപാട് ആളുകൾ, അല്ലെ പുറത്തുള്ള ആളുകൾ, സ്വപ്നം കാണാൻ പോലും തയ്യാറാവാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. സ്വപ്നം കാണുന്നില്ല അവർ. എന്താ കാര്യം എന്നറിയോ? ഒരിക്കലും എത്തൂല. ഒരു 10-20 ലക്ഷം രൂപൻ്റെ കാറും നല്ലൊരു വീടും നല്ല ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും സ്വപ്നം പോലും കാണുന്നില്ല. കാരണം നിലവിൽ 20-30 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. ഒരു 30 വർഷമായിട്ട് ജോലി ചെയ്യുന്ന എത്രയോ ആളുകൾ ഇതിനകത്തൊക്കെ ഉണ്ടാവും ഇല്ലേ? പോട്ടെ, 20 വർഷം ചെയ്യുന്നവരുണ്ടാവും. എന്ത് ബാലൻസ് ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒന്നും ഉണ്ടാവില്ല. ജീവിച്ചങ്ങനെ പോകുന്നുണ്ട്, ആയുസ് അങ്ങനെ ചുരുങ്ങുന്നുണ്ട്. ഞാൻ ചിന്തിച്ച ഇത്രയേ ഉള്ളൂ, ഞാൻ മൈ ലൈഫ് സ്റ്റൈലിൽ വരുന്നത് 2018-ലാണെങ്കിൽ അതിനേക്കാൾ 4-5 വർഷം മുന്നേ വരാൻ പറ്റില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. നമ്മൾ ഇന്ത്യയിൽ ടോട്ടൽ പോപ്പുലേഷൻ 143 കോടിക്ക് മേലുണ്ട്. ഒരുപാട് സ്റ്റേറ്റുകൾ വേറുണ്ട്. ഞാൻ പറഞ്ഞു, മൈസൂർ എനിക്ക് ടീമുണ്ട്, മംഗലാപുരത്തുണ്ട്, ബോംബെയിലുണ്ട്. ഇനി ബാക്കിയുള്ള എത്രയോ സ്റ്റേറ്റുകൾ ഇനി ബാക്കി കിടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി പോവാം. അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സംവിധാനമുള്ള രാജ്യമാണ് ഇത്, ഇന്ത്യ.
ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം എന്താണെന്നറിയോ? ആരോഗ്യ പ്രശ്നങ്ങൾ നല്ലോണം ഉണ്ട്, പക്ഷെ അതിനേക്കാൾ പ്രയാസം സാമ്പത്തികം അല്ലേ? വരുമാനം വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു നഷ്ടസാധ്യതയില്ല. ഒരുപാട് ഏൺ ചെയ്യാൻ ഇവിടെ ഉണ്ട്. ഇത് ഏൺ ചെയ്ത ആളുകളുണ്ട്. കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് വേണം. അത് എവിടെ നിന്ന് കിട്ടും? ട്രെയിനിങ് സെൻറ്ററുകളിൽ നിന്ന് കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേ ഉള്ളൂ. നിങ്ങൾ ഒരാളോട് ആഴ്ച വരുമാനം 2,10,000 കിട്ടും, അല്ലെ ലക്ഷങ്ങൾ മാസം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരാൾ നിങ്ങൾ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കൊടുക്കുക, ഒരു മാസം 30,000 കിട്ടും എന്ന് പറഞ്ഞാലോ ഇഷ്ടംപോലെ ആളുകൾ വരും. കാരണം ആളുകളുടെ മൈൻഡ് സെറ്റ് അത്രയേ ഉള്ളൂ. ഒരു മാസം 30,000 രൂപ കിട്ടുന്ന ശമ്പളം കിട്ടുന്ന ജോലി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒരു പക്ഷേ എന്ത് ചെയ്യും? നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യും. കാരണം അവർ കാണുന്ന അത്യാവശ്യം നല്ല സാലറിയാണ് ഇത് 30,000. എന്നാൽ 2,10,000 കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ 2,10,000 ഏറ്റവും കൂടുതൽ നെഗറ്റീവായ ഞാൻ ഈ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് എന്ത് ചെയ്തു? ഈ 2,10,000 ആഴ്ച വരുമാനം വാങ്ങിച്ചു. അത് വാങ്ങിച്ചത് എങ്ങനെയാണെന്നറിയോ? 17 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2,10,000 കിട്ടും. ആ 17 ആകുമെന്ന് നോക്കിയ സമയത്താണ് അത് 17 അല്ല 19.5 ലക്ഷത്തിന്റെ ബിസിനസ് വോളിയം എന്ത് ചെയ്തു? ആ ആഴ്ചയിൽ മാച്ച് ചെയ്തു. ആ ആഴ്ചയിൽ ഞാനൊരു പേസ്റ്റ് പോലും വിറ്റിട്ടില്ല കേട്ടോ. ഞാൻ ഒരു സാധനം പോലും ആഴ്ചയിൽ വിറ്റിട്ടില്ല. അങ്ങനെ ഞാൻ വിറ്റിരുന്നെങ്കിൽ എനിക്ക് 2,10,000 കിട്ടൂല. ഇത് ടേൺ ഓവർ ആണ്. എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ അസോസിയേറ്റ് ചെയ്തു. അതിൻ്റെ ടേൺ ഓവർ 17 ലക്ഷം മാച്ച് ചെയ്ത സമയത്ത് ആ വരുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഹാളിലുള്ള ആളുകൾ നിങ്ങൾ സീരിയസ് ആയിട്ട് കമ്മിറ്റ്മെൻറ്റോട് കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? ആ 2,10,000 എത്തും. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിൽ ഞാൻ മനസ്സിലാക്കുന്ന വെറും 2 പേരെ ഈ 2,10,000 ആഴ്ചയിൽ വാങ്ങിയിട്ടുള്ളൂ. പക്ഷെ എന്നോ എനിക്ക് തോന്നുന്നു 50-ന് മേലെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വാങ്ങിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം നാളത്തെ ചെലവിന് മതിയാവില്ല എന്ന് ഗ്യാരണ്ടി ആയിട്ട് ഞാൻ എഴുതി ഒപ്പിട്ട് പറഞ്ഞുതരാം. ഇന്നത്തെ ചെലവുണ്ടല്ലോ, ഇന്നത്തെ വരവ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അടുത്തൊരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെലവ് കൂടുതലായിരിക്കും, വരവ് കുറവായിരിക്കും. ജീവിക്കാൻ ലോൺ എടുക്കേണ്ട അവസ്ഥ വരും. മുമ്പൊക്കെ ആളുകൾ ലോൺ എടുക്കുന്നത് എന്തിനാ? വീടുണ്ടാക്കാൻ, മക്കളെ കെട്ടിക്കാൻ, വലിയ വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കാൻ അല്ലേ? എന്നാൽ ഇനി മുന്നോട്ടുള്ള കാലഘട്ടം ലോൺ എടുക്കുന്നത് എന്തിനായിരിക്കും അറിയോ? അരി വാങ്ങാനും ഇറച്ചി വാങ്ങാനും മീൻ വാങ്ങാനൊക്കെ വാങ്ങേണ്ട അവസ്ഥയിലേക്ക് വരും. അതിന് സിമ്പിളായി ലോണും കിട്ടും. ബജാജ് EMI പോലത്തെ ഇപ്പം നമ്മൾ ഇലക്ട്രോണിക്സ് ആക്സസറീസും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നില്ലേ? ₹1 കയ്യിലില്ലാതെ പോയി വാങ്ങാൻ പറ്റുമല്ലോ ഇല്ലേ? ഇന്നത്തെ ആളുകൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാം? സാലറിയിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് EMI ഭയങ്കര കൂടുതലാണ്. ഓക്കെ, കിട്ടുന്ന പൈസയിൽ ഭൂരിഭാഗം എങ്ങോട്ട് പോകുന്നുണ്ട്? EMI ആയിട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു അധിക വരുമാനം, നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും ഫസ്റ്റ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുക. ഒരു അധിക വരുമാനത്തിന് ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും മൈലേജ് സ്റ്റൈലിന് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ വരുന്ന ഒരു 6 മാസം കൊണ്ട് ഫുൾ ടൈം ആയിട്ട് നിങ്ങൾ ഇത് ഏറ്റെടുക്കും. എന്തുകൊണ്ട്? ഒരു 20,000 രൂപ ശമ്പളം കിട്ടുന്ന ആൾ പാർട്ട് ടൈം ആയിട്ട് 20,000 കിട്ടിക്കഴിഞ്ഞാലോ പിന്നെന്ത് ചെയ്യും? ഇത് ഫുൾ ടൈം ആവും ഇല്ലേ? ഇവിടെ ഭൂരിഭാഗം വന്ന ആളുകളും അങ്ങനെ ഫുൾ ടൈം ആയ ആളുകളാണ്. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിൽ വന്ന തുടക്കത്തിലെ ഫുൾ ടൈമറാണ്. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ 14 വർഷം പ്രവാസിയായിരുന്നു. ഫാമിലി ഏകദേശം 5-6 വർഷം അവിടെ സെറ്റിലായിരുന്നു. ആ സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത്. നമ്മുടെ ഗ്രേറ്റ് ITC ബിജു സാറിൻ്റെയും നേരത്തെ നമ്മൾ സംസാരിച്ച NTC ഷാഹിർ സാറുമാണ് ഈ ഒരു അവസരം കൃത്യമായിട്ട് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നത്. അവർ നല്ലൊരു കൈയ്യടി കൊടുക്കണം.